ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നൽ ചേർന്നു പരിശുദ്ധരോഗായിക്കും സ്തുതി. ബാബാപുത്രൻ രോഗായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മകോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആകാശത്തിനും ഭൂമിയിലും സുദർശനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മൃതരെല്ലാരും മിന്നി വിളങ്ങും വചനോടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാകളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമ ഒഴുകും മണവറയെങ്കിൽ ചേർക്കണമീശോ. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. ജീവന്റെയും മരണത്തിന്റെയും ലോകമിത
പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോ ആശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ, ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നീ. പാപത്തിനു ഞാൻ മാപ്പേകുന്നു, പാപിനിയോടാ ഗന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും അഭിയുടെ പിതാവ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വരുന്നതാണ്. ആ സമയത്ത് നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ ഏറ്റവും സ്നേഹപരമായിട്ട് ജോർജ് പിതാവാച്ചൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ച് നാം ഒന്നിന്റെ ശാന്തിക്ക് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നീയായി പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോകാം. ആശ്രയിക്കുകയും ചെയ്യുന്നതിന്റെ പ്രതീക്ഷയുടെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. മരണത്തിന്റെയും ജീവന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരുത്തോലം ഭാഗേ ജീവിക്കുന്നവനഭയമേ നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാമൻ സുന്ദരി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അന്നാമർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി അഭിനന്ദ പിതാവ് വന്നിരിക്കുകയാണ്. നമ്മളോട് ഇന്നും എപ്പോഴും ഏറ്റവും സ്നേഹവും സാന്നിധ്യം കുടുംബത്തിനും നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും ആശ്വാസപ്രദമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അഭിനന്ദ പിതാവ് നമ്മളോട് കാണിക്കുന്ന എല്ലാ വാത്സല്യത്തിനും സ്നേഹത്തിനും എല്ലാ നന്മയ്ക്കും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞവർക്കും സന്നിധിയിലായ എല്ലാ ആളുകളുടെയും ഇടവർക്ക് എല്ലാവരുടെയും നാമത്തിൽ പിതാവിനെ മറ്റ് ഇന്ത്യയിലെ മാതാപിതാക്കളെ സുഹൃത്തുക്കളെ നാട്ടുകാരുടെ പരിശ്രമില്ല നമ്മുടെ ഈ കൊറോണ ദേവാലയത്തിൽ വലിയൊരു സംഖ്യ നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളുമെല്ലാം എത്തിയിരിക്കുകയാണ്. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച സുഹൃത്തിലേക്ക് കൊടുത്ത് വയ്ക്കുന്നതിന് വേണ്ടി ഉള്ള സഭയുടെ വലിയൊരു സാന്നിധ്യമാണ് ഇവിടെ. നമ്മളാരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നടന്ന വാഹന അപകടത്തിൽ 5-ാം തീയതി ചൊവ്വാഴ്ച ആ കുടുംബത്തിലെ പ്രിയപ്പെട്ട അമ്മ ജോമോള്
അന്ത്യ യാത്രയായി അന്നും ഒരാളും ആളുകൾ അന്ന് പ്രാർത്ഥിച്ചു. ഈ ലോകം വിട്ട് പോകുമ്പോഴുള്ള കുടിവരവ് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മകൾ നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് നമ്മുടെ സെൻറ് മേരീസ് ഗേൾസ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. 6ാം ക്ലാസ്സിൽ നല്ല സമർത്ഥിയായ കുട്ടി, കലാകാരിയായിരുന്നു. നിരവധിയായ മേഖലകളിൽ ബന്ധത്തിൽ എല്ലാം എക്സെപ്ഷണലായിട്ടുള്ള തനിമ കാണിച്ച കുട്ടിയായിരുന്നുകൊണ്ട് അധ്യാപകരും സഹപാഠികൾ എഴുതുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നത്. അതിനുശേഷം 2 കണ്ണുകളും മറ്റു മുഖത്ത് കൊണ്ടു നടന്ന കൊച്ചായിരുന്നു അന്നാമോളെ. കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ നമ്മൾ സഹകരിക്കുക എന്നതാണ് വിശ്വാസികളായ നമ്മുടെ കടമ. ഓർമ്മിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 41 മുതലുള്ള തിരുവചനത്തിൽ ഈശോ ജായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന ഭാഗമാണല്ലോ. ജായിറോസ് വലിയ യഹൂദ സമുദായത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. മകൾക്ക് രോഗം വന്ന് മരിച്ചു. നേരത്തെ യാചിച്ചു, പക്ഷേ ഇവിടെ സമയത്ത് കുട്ടി മരിച്ചു. എങ്കിൽ കർത്താവ് വീട്ടിൽ ചെന്ന് പരമായ ഭാഷയിൽ വലിയ വിലാപത്തോടുകൂടി നിന്നിരുന്ന അയൽക്കാരെയെല്ലാം വീടിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക എന്നാവശ്യപ്പെട്ട് ഇങ്ങനെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും മാത്രം കൂട്ടി അകത്ത് ചെന്ന് കൊച്ചിൻ്റെ കയ്യിൽ പിടിച്ച് ഈശോ പറഞ്ഞ വാക്കുകൾ തലീത്ത ഭൂമി പരമായ പദമാണ്. ബാല്യയെ എഴുന്നേൽക്കുക. കർത്താവ് അതിനു മുമ്പ് പത്രോസിൻ്റെ മായനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് സൗഖ്യം നൽകിയ കാര്യവും നമുക്ക് അറിവുള്ളതാണ്. ബാല്യയെ എഴുന്നേൽക്കുക എന്ന പറഞ്ഞ സ്വരത്തിൽ കുട്ടി എഴുന്നേറ്റു. കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക. വിധിയുടെ നാളിൽ കൈവരുമാനന്ദം നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടെ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹാവരോടുകൂടി ആലയത്തിന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. മരണത്തിന്റെയും ജീവന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോർത്തിനെയും നൈരാശ്യമോടെ ഇലതിക്കരുതേ.
തുടമായി കേൾക്കാൻ പുനരുദ്ധാനം നവജീവിതവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നത ദൈവത്തിന്റെ നയാസം തന്നെ സഹായിക്കട്ടെ. മരണത്തിന്റെയും ജീവന്റെയും നാഥ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായിരിക്കും. മനുഷ്യാനി പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ജഗത്താവിനെ ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമവിധിനാളിൽ കരുണയുടെ നിലനിർത്തണമേ നല്ലവരുത്വലം ഭാഗേ. ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദ്യമുതലുള്ളവയെല്ലാം തെളിവായ നിങ്ങളുടെ മാതാവിൻ തിരുവഴിയെല്ലാം
ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പകർത്തിക്കട്ടെ ഞങ്ങളുടെ മറ്റു ശരീരങ്ങൾ ഉത്താനങ്ങൾ ഏകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. എനിക്ക് വൃത്തികൊടുത്തോടെ വിശുദ്ധീകരിച്ചു കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിൻ്റെ നാഥ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. മരണത്തിൻ്റെയും ജീവന്റെയും നാഥ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിർമ്മലചരിതകളാം സറായിലീശ്വ മത്തയോടും കൂടെ രക്ഷയിലുത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ. താപഖിലേശൻ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ മൃതിയോർത്തിന് നിങ്ങൾ കഥനം തുടരാതെ ക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താൻ. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കാട്ടരുവി തേടി നടക്കുന്ന മാൻപയുടെ പോലെ കർത്താവെ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരുവിൽ നടക്കുന്ന മാൻപയുടെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാൻ ഇപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിനാ നിരാശപ്പെടുന്നു? നീ എന്തിനാ വിഷാദിച്ച് കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതിമുതൽ എന്നേക്കും ആമേൻ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപയുടെ പോലെ കർത്താവെ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ ഓർക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, മരണത്തിൻ്റെയും ജീവന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനമുദ്ദേശി മരിച്ചവരെ മഹിമയുടെ ഉയർപ്പിക്കണമേ. മരണത്തിൻ്റെയും ജീവന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധന്മാരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും
അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും
ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്
ചെന്നാണ് വിളിക്കുന്നത്. നട തീർത്ത ഈ സൈഡിൽ നിൽക്കുന്ന മാതം സൈഡിൽ പയ്യെ പൊക്കി ചുറ്റും നിൽക്കാതെ കുറച്ച് മാതമില്ല. ഇനി ആരോട് കൊടുക്കാനായിട്ട് കാറ്റ് കൊടുക്കും. കഴിഞ്ഞാണോ ഉണ്ടായില്ല. Yeah.